ഈ കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നീ തന്നെയാണ്. എന്റെ ജൂലിയറ്റിനെ നിന്നിലൂടെ എനിക്ക് കിട്ടി. കടലാസിൽ എഴുതിയത് വെറുതെ കാണാതെ പഠിച്ച് പറയുന്നതല്ല അഭിനയം. കഥാപാത്രത്തിന്റെ വേദനയും സന്തോഷവും ഉൾക്കൊണ്ട് ഒരു കലാകാരൻ അരങ്ങിൽ സ്വയം മറന്ന് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥ അഭിനയം. ഇത് രണ്ടും ഈ കുട്ടിയെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ചുരുക്കത്തിൽ ഇത്രയും നല്ലൊരു കഥാപാത്രം ഈ കുട്ടിയെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാരും കണക്കാ. ഇത്രയും ദാരിദ്ര്യമാണോ മഹേഷ് ഇവിടുത്തെ അവസ്ഥ? ഇത്രയും ശക്തമായൊരു കഥാപാത്രം അവതരിപ്പിക്കാൻ ഈ കോളേജിൽ ഒരാൾ പോലുമില്ലേ? റോമിയോയും ജൂലിയറ്റിനെയും ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള ആരും ഈ കോളേജിൽ ഇല്ലേ? ഞാനുണ്ട് സർ. നിക്കടിയോടെ. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ കഥാപാത്രത്തെ നീ അവതരിപ്പിക്കാന്നോ? വെറും ഒരു വേലക്കാരിയായി നിനക്ക് നായികയായിട്ട് അഭിനയിക്കണം അല്ലേ? ഇത് സാമ്പാറും പുളിശ്ശേരിയും വെക്കുന്ന അത്ര ഈസി ഒന്നും അല്ല. ഇത്രയും എഡ്യൂക്കേഷനുള്ള ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് നീ എങ്ങനെ ചെയ്യാനാ? ആവശ്യമില്ലാതെ നീ സാറിന്റെ സമയം വേസ്റ്റ് ആക്കണ്ട. പോയി വേറെ വല്ല പണിയുണ്ടെങ്കിൽ ചെയ്. നാടകം എന്ന് പറഞ്ഞാലേ തുണിയലക്കലല്ല. കുട്ടി, ഒരു കലാകാരിയുടെ തൊഴിൽ എന്താണെന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. അവളുടെ മനസ്സിൽ കലയോടുള്ള ആസക്തിയും ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അതിനെ ആത്മാർത്ഥമായി അവതരിപ്പിക്കാനുള്ള കഴിവ് മാത്രം ഉണ്ടായാൽ മതി. മോള് വരൂ. നിന്നെ ആദ്യം കണ്ടപ്പോഴേ നിന്റെ കണ്ണിലെ തിളക്കം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോ തന്നെ നിന്റെ ഉള്ളിലെ കലാകാരിയെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ കഥാപാത്രത്തിന് നീ യോജിച്ചവളാണെന്ന് അപ്പോ തന്നെ എനിക്ക് തോന്നിയതാ. കൈലാസ് സർ, അതിങ്ങോട്ട് കൊണ്ടുവരൂ. പൊയ്ക്കോളൂ. ഇതൊന്ന് വായിച്ചു നോക്കി ഈ ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ നോക്ക്. ഇനി ഈ ഡയലോഗ് ഒന്ന് ചെയ്ത് കാണിക്കേ. ചെയ്യേ. എന്റെ പ്രാണന്റെ പ്രാണനായ റോമിയോ, എന്റെ ജീവിതത്തിൽ ഇനിയുള്ള 100 വർഷങ്ങൾ നിനക്കായി ഞാൻ അർപ്പിക്കുന്നു. നീ എന്നെ വിട്ടു പോയാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നിന്നെ വിട്ട് പിരിയേണ്ടി വന്നാൽ ഞാൻ എന്റെ പ്രാണം വെടിഞ്ഞ്
ആകാശത്തിലെ ഒരു നക്ഷത്രമായി മാറും. എന്നിട്ട് അവിടെ നിനക്കായി ഞാൻ കാത്തിരിക്കും. ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. അഭിനയം എന്ന് പറഞ്ഞ വെറുതെ ഡയലോഗ് പറയുക എന്നത് മാത്രമല്ല, ആ കഥാപാത്രത്തിന്റെ ആത്മാവിനെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ആ കഥാപാത്രമായി അരങ്ങിൽ നിന്ന് ആടണം. മോളെ, ഇപ്പൊ നീ ചെയ്തത് വളരെ വളരെ കൃത്യമായിരുന്നു കുട്ടി. ഈ കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നീ തന്നെയാണ്. എന്റെ ജൂലിയറ്റിനെ നിന്നിലൂടെ എനിക്ക് കിട്ടി. സാറിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പരമാവധി ശ്രമിക്കും സാർ. ജൂലിയറ്റ് ഓക്കെ, ഞാൻ സംതൃപ്തനാണ്. പക്ഷേ നിന്റെ കൂടെ നിന്ന് നാടകം പരിപൂർണമാക്കാൻ ഒരു റോമിയോ കൂടി വേണമല്ലോ. അതില്ലെങ്കിൽ നാടകം തീർന്നു. ഇവിടെയുള്ള ആരെയും സാറിന് തൃപ്തിയായില്ലെങ്കിൽ ഞാനൊരു കൈ നോക്കട്ടെ സാർ. ആ, വീട്ടിലെ വേലക്കാരി നായികയായിട്ട് അഭിനയിക്കുമ്പോ സാറിന് അവളുടെ നായകനാകണമെന്ന് പറയാൻ ലജ്ജ തോന്നില്ലേ? ഇത്രയും ചീപ്പായിട്ടുള്ള പണിക്കൊന്നും പോണ്ട കാര്യമില്ല സർ. എനിക്കിതൊന്നും കണ്ടു നിൽക്കാനും പറ്റില്ല. മടി. കല്യാണി ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. നീ നന്നായിട്ട് അഭിനയിച്ചതിന്റെ അസൂയ സഹിക്കാതെ ഇറങ്ങിപ്പോയതാ. സാർ, നിഷാന്ത് ഇപ്പൊ ഇവിടെ ഇല്ല. അവനുണ്ടെങ്കിൽ അവൻ കറക്റ്റായിട്ട് റോമിയോ അവതരിപ്പിക്കും. അവനൊരു ചാൻസ് കൊടുക്കണം സാർ. അവനൊരു നല്ല നടനാണ്. നിശാന്തോ നാശം. ഞാനിവിടെ ഉള്ളപ്പോ കല്യാണിയുടെ കൂടെ അവൻ റോമിയോട്ട് അഭിനയിച്ചാ എനിക്കത് കണ്ടിരിക്കാനാവില്ല.